ഹായ് ലേണേഴ്സ്, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന കേരള സെറ്റ് എക്സാം ഇന്നിതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കേരള സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ ഫസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന വീഡിയോയുടെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഇത്. നമ്മൾ ഇന്ന് 20ഓളം ചോദ്യങ്ങൾ, ഇന്നത്തെ സെറ്റ് എക്സാമിന് വന്നിട്ടുള്ള 20ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 2020 ഫെബ്രുവരിയിലാണ് ഇതിനു മുമ്പ് അവസാനമായിട്ട് സെറ്റ് എക്സാം നടന്നത്. ഇതുവരെ നടന്ന പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുവാനായിട്ട് കണ്ടു. കാലങ്ങളായി ചോദിച്ചു വന്നുകൊണ്ടിരുന്ന ചോദ്യമേഖലകൾക്കൊക്കെ വലിയൊരു മാറ്റം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. സൈക്കോളജിയിൽ നിന്നും പേഴ്സണാലിറ്റി തിയറിയിൽ നിന്നും ലേണിംഗ് തിയറിയിൽ നിന്നും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് വരെ വന്നിരുന്നുവെങ്കിൽ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ മാറ്റം ഇന്നത്തെ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയ സെറ്റ് എക്സാമിന്റെ കോഴ്സിലെ നോട്ടിൽ നിന്നും വീഡിയോ ക്ലാസ്സുകളിൽ നിന്നുമായിട്ട് 60ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതല്ലാതെ ജനറൽ നോളജിൽ നിന്ന് 10ഓളം ചോദ്യങ്ങളും കോമൺ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന 10ഓളം ചോദ്യങ്ങളും ഇന്നത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 20ഓളം ചോദ്യങ്ങൾ ആണ് ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബേസിക് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ. ബേസിക് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എസ് അരബിന്ദോ, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ ഡി ഗാന്ധിജി. ഏതായിരുന്നു ഉത്തരം? ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. ഓപ്ഷൻ ഡി ഗാന്ധിജിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റ് എക്സാമിന്റെ സിലബസിലെ യൂണിറ്റ് 4ലെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത്. ഈ ഭാഗത്ത് നിന്ന് 3ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ സെറ്റ് എക്സാമിന്റെ പേപ്പറിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പ്രസ്തുത ഭാഗത്തെ കുറിച്ചിട്ടുള്ള വളരെയധികം വിശദീകരിച്ചുകൊണ്ടുള്ള നോട്ട് ഐപ്ലസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ലഭിച്ചിരിക്കും. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ഗാന്ധിജിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ ബി നോർട്ടൺ, ഓപ്ഷൻ സി യാഹൂ, ഓപ്ഷൻ ഡി ഫ്ലാഷ്. ICT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ വിശദമായി തന്നെ ICT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സെഗ്മെന്റ് നോട്ടിലൂടെയും ക്ലാസ്സുകളിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി നോർട്ടൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡാഷ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഏത് വിധത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ, ഓപ്ഷൻ സി സിസ്റ്റം, ഓപ്ഷൻ ഡി വേർഡ് പ്രോസസ്സിംഗ്. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ICTയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്, എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ദി ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദി ഏജ് 6 to 14 years. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 21A, ഓപ്ഷൻ ബി 30A, ഓപ്ഷൻ സി 28, ഓപ്ഷൻ ഡി 40. അപ്പോൾ ഏത് വകുപ്പാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് വിശദമായി തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്, ചർച്ച ചെയ്തതാണ്, നമ്മുടെ നോട്ടിലും വീഡിയോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയതാണ്. ഏതാണ് ഉത്തരം? ഇന്ത്യൻ ഭരണഘടനയിലെ 21A വകുപ്പ് പ്രകാരമാണ്
എല്ലാ കുട്ടികൾക്കും 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 21A വകുപ്പ്. അപ്പോൾ ഓപ്ഷൻ എ 21A എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. Rabindranath Tagore suggested that the widest road leading to the solution of all our problem is option A pedagogy, option B teachers, option C society, option D education. യൂണിറ്റ് 4-ലെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു പാത എന്ന നിലയിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇത് എന്തിനെയാണ് എന്നുള്ളതാണ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. രവീന്ദ്രനാഥ ടാഗോർ എഡ്യൂക്കേഷന് നൽകിയ നിർവചനം തന്നെ ഇതായിരുന്നു. അപ്പൊ ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ദി വൈഡസ്റ്റ് റോഡ് ലീഡിംഗ് ടു ദി സൊല്യൂഷൻ ഓഫ് ഓൾ അവർ പ്രോബ്ലം ഈസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ദി കോൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി വാസ് പുട്ട് ഫോർവേഡ് ബൈ. പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജെറോമസ് ബ്രൂണർ, ഓപ്ഷൻ ബി എറിക് ബേൺ, ഓപ്ഷൻ സി മാർട്ടിൻ സെലിഗ്മാൻ, ഓപ്ഷൻ ഡി ആരോൺ ടി ബെക്ക്. വിദേശ നാമങ്ങളാണ്, ഉച്ചാരണത്തിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? സൈക്കോളജി പോർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ സി മാർട്ടിൻ സെലിഗ്മാൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി മാർട്ടിൻ സെലിഗ്മാൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യു ക്യാൻ ടെൽ ദി കണ്ടീഷൻ ഓഫ് ദി നാഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദി സ്റ്റാറ്റസ് ഓഫ് ദി വുമൺ. ഹു മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഒരു രാജ്യത്തെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ, അവസ്ഥ നോക്കിയാൽ തന്നെ ആ രാജ്യത്തിന്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരുടെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. യൂണിറ്റ് 4-ലെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ നിർവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ കാണാം. നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യ മേഖലയാണിത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? യു ക്യാൻ ടെൽ ദി കണ്ടീഷൻ ഓഫ് ദി നാഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദി സ്റ്റാറ്റസ് ഓഫ് ദി വുമൺ. ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഒരു രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ, സ്റ്റാറ്റസ് നോക്കിയാൽ മതിയാകും എന്നുള്ളത് നിർവചിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം നോക്കാം. യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ആർ ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ്. ഓപ്ഷൻ എ റിയലിസം, ഓപ്ഷൻ ബി നാച്ചുറലിസം, ഓപ്ഷൻ സി പ്രാഗ്മാറ്റിസം, ഓപ്ഷൻ ഡി ഐഡിയലിസം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വളരെ സിമ്പിൾ ആയിട്ട് നേരിട്ട് തന്നെയുള്ള ഒരു ചോദ്യമാണ് അല്ലെ? യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രാഗ്മാറ്റിസവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ സി പ്രാഗ്മാറ്റിസം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. To safeguard public property and to abjure violence is a fundamental duty which contained in Article dash of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്വത്ത് സംരക്ഷിക്കുന്നതിനും ആക്രമണം തടയുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? ഏത് വകുപ്പിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51A, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 48, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 13, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 30A. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് 2-ലധികം ചോദ്യങ്ങൾ ഇന്നത്തെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആക്രമണം തടയുക എന്നതും പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51A ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
അടുത്ത ചോദ്യം നോക്കാം. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ, ഓപ്ഷൻ ബി E.L. തോണ്ടെക്, ഓപ്ഷൻ ഡി ഹവാർഡ് ഗാർഡനർ, ഓപ്ഷൻ ഡി റോബർട്ട് സ്റ്റേൺബർഗ്. അപ്പൊ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ നോട്ടിൽ ഇതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം. വിച്ച് among the following is an advantages of heuristic method? ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്, ഓപ്ഷൻ ബി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ, ഓപ്ഷൻ സി ഇറ്റ് ഫോളോസ് പാസീവ് ലേണിംഗ്, ഓപ്ഷൻ ഡി ടീച്ചർ ഡൊമിനേറ്റഡ് ക്ലാസ് റൂം. അപ്പൊ ഹ്യൂറിസ്റ്റിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താ പറയാ, അതിന്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. ഏതായിരിക്കും ഉത്തരം? ഹ്യൂറിസ്റ്റിക് എന്ന വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം, മനസ്സിലായിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു വാക്കിന്റെ അർത്ഥം ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഹ്യൂറിസ്റ്റിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിദ്യാർത്ഥി സ്വയം കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളതും ഏറ്റവും അഡ്വാൻറ്റേജ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസും ഏതാണ്? ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ. ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എ പ്രൈമറി സ്കൂൾ ചൈൽഡ് frequently make mistake in writing numbers. He is showing the symptoms of option A dyspraxia, option B dyscalculia, option C dysgraphia, option D dyslexia. നമ്മുടെ ചോദ്യത്തില് റൈറ്റിംഗ് എന്നുള്ള വേർഡിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ഉത്തരം? ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ക്ലാസ്സിലൂടെയും നോട്ടിലൂടെയും വിശദമായി തന്നെ പഠിച്ചതാണ്. അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ഡിസ്ഗ്രാഫിയ. അപ്പൊ എഴുത്തിലുണ്ടാകുന്ന റൈറ്റിംഗിൽ ഉണ്ടാകുന്ന വൈകല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ആ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടത് ഫോർഗെറ്റിംഗ് തിയറിയും മെമ്മറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്താവുന്ന അഡ്ജസ്റ്റ്മെന്റ്, മാലഡ്ജസ്റ്റ്മെന്റ് എന്നീ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. ദി സൈക്കോളജിക്കൽ ഫോർഗെറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ വിത്ഡ്രോവൽ, ഓപ്ഷൻ ബി ഇൻഹിബിഷൻ, ഓപ്ഷൻ സി റിപ്രഷൻ, ഓപ്ഷൻ ഡി സപ്രഷൻ. ഏതാണ് ഉത്തരം? സൈക്കോളജിക്കൽ ഫോർഗെറ്റിംഗ് എന്താണ്? നമ്മൾ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മളിലുള്ള നടക്കാത്ത ആഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മെമ്മറികളെയും കാര്യങ്ങളെയും എല്ലാം നമ്മൾ മനഃപൂർവ്വം നമ്മുടെ അബോധ മനസ്സിലേക്ക് അമർത്തി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബോധപൂർവമോ അബോധപൂർവമോ അങ്ങനെ ശ്രമിക്കുക. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സൈക്കോളജിക്കൽ ഫോർഗെറ്റിംഗ് എന്ന് വിളിച്ചത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി റീപ്രഷൻ ആണ്. റിപ്രഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. Which of the following is the essential step of institutional planning? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അനാലിസിസ്, ഓപ്ഷൻ ബി സൂപ്പർവിഷൻ, ഓപ്ഷൻ സി ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ഡി എൻകറേജ്മെന്റ്. അപ്പോൾ സ്കൂൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അനാലിസിസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. അനു ഷോസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ്. ഷീ ഈസ് ഡൊമിനന്റ് ഇൻ. അപ്പൊ അവിടെ ആ കുട്ടിയുടെ ചിത്രം വരയ്ക്കാനുള്ള ഒരു ശേഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഷീ ഈസ് ഡൊമിനന്റ് ഇൻ ഓപ്ഷൻ എ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഓപ്ഷൻ സി വിഷ്വോസ്പേഷ്യൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ഡി ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഏതായിരിക്കാം ശരിയായിട്ടുള്ള ഉത്തരം? നമ്മൾ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് നമ്മുടെ നോട്ടിലൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്തായിരിക്കാം ഉത്തരം? അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒരു കുട്ടിക്ക് ചിത്രം വരയ്ക്കാം, അനുവിന് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്, ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ്. അപ്പൊ ആ കുട്ടിയിലെ മുന്നിട്ട് നിൽക്കുന്ന ഇന്റലിജൻസ് ഏതായിരിക്കും? വിഷ്വോസ്പേഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി വിഷ്വോസ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം.
NIEPA, NIPA എന്ന് നമുക്ക് ഉച്ചരിക്കാം. NIPA stands for option A, National and International Education Planning and Administration. Option B, New Institute for Education Planning and Administration. Option C, National Innovative Education for Planning and Administration. Option D, National Institute of Educational Planning and Administration. പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള 6th യൂണിറ്റിന്റെ മൊഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതാണ്. വീഡിയോ ക്ലാസ്സിൽ ഒരുപാട് വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള എക്സ്പാൻഡഡ് ഫോംസ് വരും, അതുപോലെ തന്നെ ഫുൾ ഫോം ആക്കാൻ വരും എന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. എന്താണ് കറക്റ്റ് ആൻസർ? NIPA, NIEPA. എന്താണ് NIPAയുടെ ഫുൾ ഫോം? എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന യൂണിറ്റ് ഭാഗത്ത് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ NIPAയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ്. Option A, celebrate diversity in the classroom. Option B, encourage strict discipline. Option C, includes homogeneity in classroom. Option D, includes teachers from marginalized groups. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. നമുക്ക് സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഓപ്ഷൻ എ, സെലിബ്രേറ്റ്സ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം എന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂമിലെ പല വിധത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ കുട്ടികളെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ, സെലിബ്രേറ്റ്സ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റം ഈസ്. ഓപ്ഷൻ എ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓപ്ഷൻ ബി, ഹാർഡ്വെയർ. ഓപ്ഷൻ സി, പ്രോഗ്രാംസ്. ഓപ്ഷൻ ഡി, പീപ്പിൾ. ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഏതാണ്? അതിൽ ഒട്ടും റോൾ ഇല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പൊ ചോദ്യം, ദി വീക്കസ്റ്റ് ലിങ്ക് ഇൻ എനി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റം. വീക്കസ്റ്റ് ലിങ്ക് എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് ഏതായിരിക്കും? ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് ഏതായിരിക്കും? ഓപ്ഷൻ ഡി, പീപ്പിൾ ആയിരിക്കും, വ്യക്തികളായിരിക്കും അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി, പീപ്പിൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് ദി സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കറന്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, സർവേ. ഓപ്ഷൻ ബി, കേസ് സ്റ്റഡി. ഓപ്ഷൻ സി, എക്സ്പെരിമെന്റ്. ഓപ്ഷൻ ഡി, ഒബ്സർവേഷൻ. കോമൺ ലോജിക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ അവരെ പുതുതായിട്ട് അതിൽ വന്ന ഏതെങ്കിലും രീതിയെ കുറിച്ച് പഠിക്കാനൊക്കെ ഏറ്റവും നല്ല മാർഗം എന്താണ്? സർവേ ആണല്ലേ? അപ്പൊ ഓപ്ഷൻ എ, സർവേ മെത്തേഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഡിസ്ക്രൈബ്സ് ദി ഫിനോമിനൻ ഓഫ് ദി എൻറ്റയർ വേൾഡ് becoming more interconnected as the result of propagation of media technologies throughout the world. ലോകമെമ്പാടുമുള്ള മാധ്യമ സാങ്കേതിക വിദ്യകളുടെ പ്രചാരണത്തിന്റെ ഫലമായി ലോകം മുഴുവൻ കൂടുതൽ പരസ്പര ബന്ധിതമാകുന്ന പ്രതിഭാസത്തെ എന്ത് പേരിട്ട് വിളിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, വേൾഡ് വൈഡ് വെബ്. ഓപ്ഷൻ ബി, ഗ്ലോബൽ വില്ലേജ്. ഓപ്ഷൻ സി, ഇന്റർനെറ്റ്. ഓപ്ഷൻ ഡി, ഗ്ലോബലൈസേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി, ഗ്ലോബൽ വില്ലേജ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റ് എക്സാമിന് വന്ന 20 ചോദ്യങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. താങ്ക് യു ലേണേഴ്സ്.